വിവരാവകാശ നിയമം എങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രശാന്ത് എഴുതിയ പുസ്തകം മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആയിരക്കണക്കിന് കോപ്പിയാണ് വിറ്റുപോയത്. ആ പുസ്തകം വായിച്ചവരൊക്കെ സർക്കാരിനെതിരെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചു തുടങ്ങിയതോടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സമയം ഇപ്പോൾ വിവരാവകാശ അപേക്ഷയുടെ രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കേണ്ട സാഹചര്യമാണ്. മാത്രമല്ല ഈ സർക്കാരിന്റെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ പ്രശാന്ത് വളരെ കൃത്യമായ ഇടപെടൽ വിവരാവകാശ നിയമത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പിണറായിയുടെ ആഗ്രഹപ്രകാരം സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടാണെന്ന് ഓർക്കണം. 6 മാസം കൂടി സസ്പെൻഡ് ചെയ്തതോടെ പ്രശാന്ത് സന്തുഷ്ടനായി എന്നാണ് പ്രശാന്തിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മെയ് മാസം 4-ാം തീയതിയാണ് ഈ 6 മാസ കാലാവധി കഴിയുക. അപ്പോഴേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരമേറ്റെന്ന് വരാം. ഈ കാലയളവിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനും അഴിമതിക്കും ചട്ടലംഘനത്തിനുമെതിരെ വിവരാവകാശ നിയമപ്രകാരം കൃത്യമായി പണിയെടുക്കാൻ സർക്കാർ തന്നെ ശമ്പളം കൊടുത്ത് പ്രശാന്തിനെ നിയോഗിച്ച അവസ്ഥയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനു വലിയൊരു ഭാഗ്യം മറ്റേതു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട് എന്നാണ് പ്രശാന്ത് തന്റെ സുഹൃത്തുക്കളോടും അടുപ്പക്കാരോടും രഹസ്യമായി ചോദിക്കുന്നത്. വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ പിണറായി സ്വന്തം നാശത്തിന് വേണ്ടിയുള്ള വെടിമരുന്ന് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ വെടിമരുന്ന് കത്താൻ തുടങ്ങും. അപ്പോൾ മാത്രമേ പിണറായിക്ക് മനസ്സിലാവൂ അഴിമതിക്കാരനായ ജയതിലകിന്റെ വാക്ക് കേട്ട് പക വീട്ടാൻ വേണ്ടി ഇറങ്ങിയതിന്റെ വില എത്ര വലുതാണെന്ന്.